ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകളെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ആ വിഭാഗം മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നക്ഷത്ര തുല്യരായിട്ട് അല്ലെങ്കിൽ അതുപോലെ പ്രകാശിക്കുന്ന രൂപത്തിൽ കടന്നു വരുമെന്നാണ്. ഈ സമയത്ത് മലായിക്കത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇതിന് മാത്രം എന്ത് കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്ത് അമലാണ് ചെയ്തതെന്ന്. ആ സമയത്ത് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്ന ആളുകളാണ്, വുളു എടുക്കുന്ന ആളുകളാണ്. രണ്ടാമതായിട്ട് കടന്നു വരുന്ന വിഭാഗം എന്ന് പറയുന്നത് അവർ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖവുമായിട്ട് കടന്നു വരുന്ന ആളുകളാണ്. മലക്കുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇതിന് മാത്രം എന്ത് അമലാ ചെയ്തതെന്ന്. ആ സമയത്ത് അവരും പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ വുളു എടുത്ത് തയ്യാറായി പള്ളിയിലേക്ക് പോകുന്ന ആളുകളാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് കടന്നു വരുന്ന വിഭാഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അവിടുന്ന് സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖവുമായിട്ട് കടന്നു വരുന്ന വിഭാഗമാണ്. ആ സമയത്ത് മലായിക്കത്ത് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഒന്നാമത്തെ വിഭാഗത്തോട് ചോദിച്ചതുപോലെ, രണ്ടാമത്തെ വിഭാഗത്തോട് ചോദിച്ചതുപോലെ മൂന്നാമത്തെ വിഭാഗത്തോടും ചോദിക്കുകയാണ്, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇതിന് മാത്രം എന്ത് കാര്യമാണ് ചെയ്തത്? ആ സമയത്ത് അവർ പറയാണ്, ഞങ്ങൾ നിസ്കാരത്തിന് തയ്യാറായി, നിസ്കാരത്തിന് വുളു എടുത്ത് നിസ്കാരത്തിന് ബാങ്കിൻ്റെ മുമ്പേ പള്ളിയിലെത്തി, ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് ബാങ്ക് വിളിക്കൽ, എല്ലാ ബാങ്കിൻ്റെ മുമ്പും ഞങ്ങൾ നിസ്കാരത്തിന് പരിപൂർണാർത്ഥത്തിൽ റെഡിയായിട്ട് തയ്യാറായ ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, നിസ്കാരം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മുടെ തിരക്കിൻ്റെ ഇടയിലും നിസ്കരിക്കാനുള്ള സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ.